പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ കുടുംബത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾ മറ്റു വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം ചാനലുകൾ അതിൻ്റെ അന്വേഷണവുമായിട്ട് പോവുകയും അതിൻ്റെ സത്യമായ കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് വാർത്തയിൽ കൂടെ ഇടുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ലോകം മനസ്സിലായി കഴിഞ്ഞു. ഒരു സ്നേഹം കൊടുക്കാൻ പറ്റാതെ, ഒരു സഹായം കൊടുക്കാൻ പറ്റാതെ, ഒരുപാട് ചതിയിൽ കൂടെ പെടുകയും ചതിക്കപ്പെടുകയും ചതിയിൽ പെട്ടുപോവുകയും ഗത്യന്തരമില്ലാതെ, രക്ഷയില്ലാതെ, അവസാനം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് യാതൊരു രക്ഷയില്ലാതെ, മുകളിലോട്ട് നോക്കിയാൽ അവിടുന്ന് രക്ഷയില്ലാതെ കർത്താവിന് ശരണപ്പെട്ടില്ലായിരിക്കാം എന്ന് നമുക്ക് വേണേൽ ചിന്തിക്കാം. എന്നാൽ പോലും അത്രമാത്രം പീഡ ഹൃദയത്തിൽ സഹിച്ച ആ സഹോദരിയും രണ്ട് മക്കളും അനുഭവിച്ച വേദനയുടെ പ്രത്യാഘാതമാണ് ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരനെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ പറയുകയാണ്. അത് ഇപ്രകാരമാണ് ഇരിക്കുന്നത്: എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? 1 പത്രോസ് 4:17 തിരുവചനം. അവിടെ കർത്താവ് വന്നിരിക്കുകയാണ്. എന്താണ് വന്നിരിക്കുന്നത്? എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. അതാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. എൻ്റെ ദൈവമേ എന്നുള്ളൊരു ക്ലാസ് ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. ഞാൻ സത്യമായിട്ടും എൻ്റെ ഈശോയെ എന്ന് വിളിച്ചു പോയതാണ്. അതാണ് ഞാൻ അങ്ങനെ ക്ലാസ് ഇട്ടത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം രംഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും, എങ്ങനെ മറക്കാൻ പറ്റും? ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുകയാണ്. സഹായിക്കേണ്ടവർ, പ്രാർത്ഥിക്കേണ്ടവർ, ഹെൽപ്പ് ചെയ്യേണ്ടവർ, ഒരു സഹായ ഹസ്തം കൊടുത്ത് നീട്ടിപ്പിടിക്കേണ്ടവർ, രക്ഷിക്കേണ്ടവർ, പ്രാർത്ഥിക്കേണ്ടവർ, കടമയുള്ളവർ, ഉത്തരവാദിത്തമുള്ളവർ, അവർ ചെയ്തത് എന്താണെന്ന് നമ്മൾ വാർത്തയിൽ കേൾക്കുകയുണ്ടായി. ഞാനത് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുകയാണ്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. അന്ത്യവിധി, ദൈവത്തിൻ്റെ അന്ത്യവിധി അടുത്തെത്തി. പ്രിയ സഹോദരങ്ങളെ, വളരെ വളരെ അടുത്തെത്തി എന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വിധിയിൽ പെട്ടുകൊള്ളുക. അത് മാത്രമേ ഇനി അതിനകത്ത് മറുപടിയുള്ളൂ. കർത്താവ് പറയുകയാണ്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുന്നതാണ് ക്രിസ്തുവിൻ്റെ ഭവനം. ക്രിസ്തുവിൻ്റെ ഭവനം എന്ന് പറയുന്നതാണ് അത്. അതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ് സഭ, കത്തോലിക്ക സഭ, ദൈവത്തിൻ്റെ ഭവനം. ദൈവം എന്ന പരമസത്തയുടെ എല്ലാം കേന്ദ്രമായ ദൈവം മുകളിൽ നോക്കുമ്പം ദൈവം ഒരു കുടുംബം പോലെ കാണുന്നത് ഈ സഭയാണ്. ദൈവത്തിൻ്റെ ഭൂമിയിലെ കുടുംബമാണ് സഭ. അതാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം നമ്മുടെ ഇടവകൾ, രൂപതകൾ, വിവിധ സഭാ റീത്തുകൾ. മൂന്നാമത്തെ അർത്ഥം എൻ്റെ ഭവനം, അല്ലെങ്കിൽ ഞാനാകുന്ന ഭവനം, ഞാനാകുന്ന കുടുംബം. ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ അർത്ഥങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആദ്യം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, തൂക്കട്ട കാണിച്ചല്ലോ, ഞാൻ പറഞ്ഞല്ലോ, തൂക്കട്ട നീതി പ്രഖ്യാപിക്കുന്നത് പോലെ സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ തൂക്കട്ടയുടെ ആ വസ്തുവിൻ്റെ നീതി എപ്രകാരമോ അപ്രകാരം വിധിക്കും എന്ന് വ്യക്തമായിട്ട് കർത്താവ് ഇന്നലെ പറയുകയുണ്ടായി. ഞാനതിൻ്റെ വചനം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളത് കേൾക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മൾ പറയുകയാണ്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഭവനമായ കുടുംബങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമം പേറുന്ന ഭവനങ്ങൾ, ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ഭവനങ്ങൾ, ക്രിസ്തുവിൻ്റെ മാമോദിസായും കുംഭസാരം, കുർബാനയും സഭയും ഇടവകയും ഉദാശികളും എല്ലാം നമുക്കായിട്ട് ഒരുക്കുകയും തരികയും ചെയ്യുന്ന നമ്മുടെ സഭാസ്ഥാപനങ്ങളും സഭയും തന്നെ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ആഗോള സഭയിൽ തന്നെ കർത്താവ് വിധി പ്രഖ്യാപിക്കുമെന്നാണ് അർത്ഥം. സമൂഹത്തെ വിധിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ലോകത്തെ, രാജ്യത്തെ വിധിക്കുന്നതിനേക്കാളേറെ കർത്താവ് ആദ്യം വിധിക്കുന്നത് സഭയെ തന്നെയായിരിക്കും. ക്രിസ്തുവിൻ്റെ നാമം പേർന്ന എല്ലാ വ്യക്തികളുമായിരിക്കും. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവിടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ എനിക്ക് കർത്താവ് ഇടിമിന്നൽ പോലെ, മിന്നൽ പെണ്ണൽ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം.
ഒറ്റ സെക്കൻഡ് കൊണ്ട് സർവശക്തനായ ദൈവം മിന്നൽ പിണര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വലിയ ശക്തമായ മിന്നൽ പിണരിൻ്റെ നേരെ മനുഷ്യൻ നോക്കാൻ ഭയമാണ്. കാരണം അത് വരുന്ന വഴിക്കുള്ള എല്ലാ വസ്തുക്കളെയും അഗ്നിയിൽ ചാമ്പലാക്കും. അത്ര ശക്തമാണ് മിന്നൽ പിണര്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ തന്നെ സർവശക്തനായ യേശു ക്രിസ്തു മിന്നൽ പിണർ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയം സമാഗതമാകുന്നു. അങ്ങനെ ഒരു സമയമുണ്ട് പ്രിയ സഹോദരങ്ങളെ. നമുക്കൊക്കെ വിശ്വാസം യേശു എവിടെയോ മറഞ്ഞു കിടക്കുന്ന വ്യക്തിയാണ്. യേശുവിനെ ആരും കണ്ടിട്ടില്ല, പരിശുദ്ധാത്മാവിനെ ആരും കണ്ടിട്ടില്ല, സ്വർഗത്തെ ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ കുറേ സഭയാണെന്ന് പറഞ്ഞിങ്ങനെ കുറച്ച് കണ്ണുകൊണ്ട് കാണുന്ന സംഭവങ്ങളേ ഉള്ളൂ. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ധാരണയും കാഴ്ചപ്പാടും. എന്നാൽ അങ്ങനെയല്ല. അതങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ പറയാൻ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമ്മുടെ മഴവില്ല് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതിന് കുറേ പശ്ചാത്തലങ്ങളുണ്ട്. ആ മഴവില്ല് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം കുറേയേറെ കാര്യങ്ങൾ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം രൂപപ്പെട്ട് കഴിയുമ്പോഴാണ് മഴവില്ല് എന്ന പ്രതിഭാസം നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഇടിമിന്നൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം നല്ല മാർച്ച് മാസമാണ്. മാർച്ച് മാസം ഇന്ന് 1-ാം തീയതിയിലേക്ക് കയറി. കരിമ്പേനലാണ്, മഴമേഘങ്ങൾ ഒരിടത്തുമില്ല. ഇപ്പം നമുക്ക് ഇടിമിന്നലിനെ കാണുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ ഇടിമിന്നലിനെ കാണണമെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം രൂപപ്പെട്ട് കരിമേഘങ്ങൾ ആകാശത്തെറിയുന്നു. അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുള്ള മേഘങ്ങൾ അടുത്തടുത്ത് വരുന്നു. മേഘം ശക്തമായിട്ട് വരുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ടാകുന്നു. ആ പശ്ചാത്തലം ഒരുങ്ങുമ്പോഴാണ് അവിടെ ഇടിമിന്നൽ എന്ന സത്യം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രതിഭാസത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാം. അതാണ് ആലിപ്പഴം. നമുക്കറിയാം, പുതുമഴ പെയ്യുമ്പോൾ ആലിപ്പഴം ആകാശത്ത് നിന്ന് ഐസ് കട്ടയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കും. നമ്മളത് കാണുമ്പോൾ ഓടി ചെന്ന് പെറുക്കി കഴുകിയിട്ടെടുത്ത് വായിലിട്ട് തിന്നും ഐസാണ്. ആകാശത്ത് നിന്ന് വരുന്ന ഐസിൻ്റെ കഷ്ണങ്ങൾ. അത് ആ കഷ്ണം ഐസ് ഭൂമിയിലേക്ക് വീഴണമെങ്കിൽ, ആലിപ്പഴം വീഴണമെങ്കിൽ അതിന് പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഇത് മൂന്നും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. ആ പ്രതിഭാസങ്ങൾ നമുക്ക് എപ്പം വേണേലും കാണാമെന്ന് ആഗ്രഹിച്ചാൽ കാണാൻ പറ്റില്ല. ആ പ്രതിഭാസത്തിന് പശ്ചാത്തലം ഒരുങ്ങുമ്പോൾ മാത്രമേ ആ പ്രതിഭാസത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവമെന്ന പരമസത്യയെ നമുക്ക് കാണണമെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണണമെങ്കിൽ, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിന് പ്രത്യേക സമയം ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ലോകത്തെ സഭയെ വിധിച്ചുകൊണ്ട് ഇനി നീതിമാനെയും അനീതി പ്രവർത്തിക്കുന്നവരെ തമ്മിൽ വേർതിരിക്കുന്ന ആ സമയം സമാഗതമായിരിക്കുമെന്ന് അതിങ്ങെത്തിയെന്ന് 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കും, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന് സുവിശേഷം അനുസരിക്കാത്തതിൻ്റെ അവസാനം എത്രയായിരിക്കും? അപ്പോൾ യേശുവിൻ്റെ വിധി നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് കർത്താവിന് മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? നമുക്ക് കർത്താവിന് മുമ്പിൽ നീതിയുടെ വിജയം നമുക്ക് കിട്ടുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് നമ്മൾ പുറത്തുള്ളവരെ നോക്കണ്ട, കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളെയും കുടുംബത്തെ നോക്കിയാൽ മതി. ഓരോ കുടുംബത്തിലെയും അവസ്ഥ, അല്ലെങ്കിൽ ഓരോ സഭയുടെയും അവസ്ഥ എടുത്തു നോക്കിയാൽ ദൈവം തൂക്കുകെട്ടിയായിട്ട് നിൽക്കുന്നുവെന്ന് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെയും തൂക്കി നോക്കിയാൽ അതിൻ്റെ നീതിയുടെ സത്യത്തെ ശരിയായ രീതിയിൽ വിധിച്ചാൽ നമ്മൾ എവിടെയായിരിക്കും നമ്മൾ നിൽക്കുക? അത് ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭവനമായ എൻ്റെ ഹൃദയത്തിലാണ് കർത്താവ് അത് ആരംഭിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തിന് മേൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ധിക്കാരിയും തെമ്മാടിയും അശുദ്ധിയും വക്രത നിറഞ്ഞവനുമാണ് എങ്കിൽ എൻ്റെ രക്ഷ സാധ്യമല്ല എന്നത് നിലവിലിരിക്കെ അത് ദൈവത്തിൻ്റെ ഭവനത്തിൽ അല്ലാതെ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ സഭയ്ക്ക് പുറത്തുള്ളവരുടെ എന്തായിരിക്കും അവസ്ഥ? അത് കർത്താവ് അഗ്നിക്കിരയാക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ പറയാണ്, നമ്മിലാണ് എന്തായിരിക്കും അവസ്ഥ? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, നീതി പ്രവർത്തിക്കേണ്ടിടത്ത്, നീതി കൊടുക്കേണ്ടിടത്ത്, സത്യത്തെ പങ്കുവയ്ക്കേണ്ടിടത്ത്, സത്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലത്ത്, സ്നേഹവും ശരണവും ഒരു കൈത്താങ്ങും കൊടുക്കേണ്ട സമയത്ത് അങ്ങനെ കൊടുക്കേണ്ട വ്യക്തികൾ കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് പരമസത്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇന്നത്തെ ലേഖനത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് സംസാരിക്കണം നിങ്ങളോട്, പ്രിയപ്പെട്ടവനെ. എന്തെന്നാൽ ദൈവത്തിന് അത് ഇങ്ങനെ പറഞ്ഞു, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. എത്താറായി ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, യൂറോപ്പിലെ അവസ്ഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു 3-4 ലോകമഹായുദ്ധം എന്ന ഒരു വാക്ക് അനേക തവണ, ഏകദേശം ഒരു 2-3 വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ചും ഇസ്രായേലും ഗാസയിലെ പ്രശ്നങ്ങളുമായിട്ടുള്ള ആ യുദ്ധം ആരംഭിച്ച കാലഘട്ടം മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും അതിൻ്റെ സാഹചര്യ പശ്ചാത്തലങ്ങളെല്ലാം നമുക്കറിയാം. വാർത്തകളിലേക്ക് ഒരു 3-4 ലോകമഹായുദ്ധം ഉടൻ, അല്ലെങ്കിൽ 3-4 ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ നിരവധി നമ്മൾ കേൾക്കുക. അതെല്ലാം അടുത്തടുത്ത് വരും. 3-4 ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും എന്നുള്ളത് നമുക്കറിയാം.
അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ പ്രത്യാഘാതം ചെറുതല്ല, അത് മനുഷ്യ സങ്കല്പത്തിന് അപ്പുറമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഈ വിധി അടുത്തടുത്ത് വരുന്ന കാലഘട്ടത്തിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞടുത്ത് തിങ്കളാഴ്ച മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പ് നമുക്കറിയാം. 25 നോമ്പെന്ന് പറഞ്ഞ് സഭ ആചരിക്കുന്നു. നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ വരനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു, നോമ്പ് നിൽക്കുന്നു. 25 നോമ്പ് വീടി കഴിയുമ്പോൾ നോമ്പിനേക്കാൾ അപ്പുറത്തെ ആഭാസങ്ങളും വേഷം കെട്ടുകളും നമ്മൾ കാണിക്കുന്നു. ഇനി 50 നോമ്പ് എന്ന് പറയുന്ന ആഭാസം നമ്മൾ തുടങ്ങുകയാണ് തിങ്കളാഴ്ച മുതൽ. എന്താണ് ഈ 50 നോമ്പിൻ്റെ ആഭാസം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ഇതിനകത്തൊക്കെ ഒരു നിഗൂഢ രഹസ്യമുണ്ട്. ആ രഹസ്യം ഇതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകന് വേണ്ടിയിട്ട് രാജാക്കന്മാരുടെ ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്നും രാജാക്കന്മാരുടെ ഇറച്ചിയും മുട്ടയും മീനും മാംസവും പാലും ആഹാരവും കഴിച്ച് നല്ല ശരീര യോഗ്യതയുള്ളവനായിട്ട് മാറണം പറഞ്ഞ് കൽപ്പന കൊടുത്തു. എന്നാൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് സസ്യാഹാരം മതി, ഞാൻ ഇത് കഴിച്ച് മറ്റവരെക്കാൾ തൂക്കവും കേമത്വമുള്ളവനായിട്ട് ഞാൻ നിന്നുകൊള്ളാം, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയാണെന്ന വിശ്വാസത്തിൽ ദാനിയേൽ പ്രവാചകൻ അതൊക്കെ ഉപേക്ഷിച്ചു. ആ ഒരു പശ്ചാത്തലം. പിന്നെ സുവിശേഷത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഉപവാസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻ്റർനെറ്റ് എന്ന സംവിധാനം, അത് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് കയറിപ്പോകുന്ന ആ കാലഘട്ടത്തിൻ്റെ പുറകിലുള്ള കാലഘട്ടം, ആ കാലഘട്ടം വരെയാണ് ശരിക്കും ഈ ഉപവാസവും പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം വരുന്നത്. അതിൻ്റെ കാരണം ഈ ഇറച്ചി മീനും മുട്ടയും പാലും ഒക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്. അതിനുശേഷം ഉള്ള കാലഘട്ടം വേറെയാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ ആസ്പദമാക്കിയുള്ള കാലഘട്ടം, ആ യുഗാന്ത്യത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊറിന്തോസ് ലേഖനത്തിൽ പറഞ്ഞ യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നിരിക്കുന്നത്, നാം എല്ലാവരും യുഗാന്ത്യത്തിൻ്റെ വക്കിലാണുള്ളതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലം, ആ കാലഘട്ടം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഇറച്ചിയോ മീനോ മത്സ്യമോ മാംസാദിയൊക്കെ ഉപേക്ഷിക്കുന്നതും വർജിക്കുന്നതുമായിരുന്നു നോമ്പ്. അങ്ങനെ അത് 50 ദിവസം നിന്നേച്ച് 51ാമത്തെ ദിവസം നോമ്പ് വീടി കഴിയുമ്പോൾ മദ്യപാനി ഇരട്ടി മദ്യം കഴിക്കുന്നു. പുകവലി 50 ദിവസം നിർത്തിയെങ്കിൽ 50 ദിവസത്തിനേക്കാൾ ഈ ഒരു ദിവസം 2 വെച്ച് വലിക്കുന്നു പുകവലി. അതുപോലെ സിനിമയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമ കാണുന്നു. 50 ദിവസം സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ 50ാമത്തെ ദിവസം 51ാമത്തെ ദിവസം ഇഷ്ടംപോലെ. ഇതെല്ലാം കാണുമ്പോൾ എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഈ നോമ്പിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം അർത്ഥമാക്കുന്ന വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അർത്ഥം വേറെ. അപ്പോൾ ഇവിടെ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 50 ദിവസം നോമ്പ് നിന്നതിന് ശേഷം 51ാമത്തെ 52ാമത്തെ ദിവസം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തു നോമ്പിന് വേണ്ടാന്ന് വെച്ചോ അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യുന്നു, ഇരട്ടി ആസ്വദിക്കുന്നു, ഇരട്ടി തിന്നുന്നു, കുട്ടിക്കുന്നു, എല്ലാം ആസ്വദിക്കുന്നു. അപ്പോൾ 50 ദിവസത്തെ ആ ഹൃദയം മനസ്സും ആത്മാവിലേക്കും പിന്നീട് വരുന്ന ദിവസങ്ങളിലെ എല്ലാ അശുദ്ധിയും വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ഇതെങ്ങനെയാണ് ഈ ആത്മാവ്, ഒരു മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെയാണ് വിശുദ്ധി പ്രാപിക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മളൊരു മനസ്സിലാക്കുന്ന സത്യം ഞാൻ നിങ്ങൾ തുറന്നു പറയുകയാണ്. നിങ്ങൾ 50 ദിവസവും ഒരു നോമ്പും നിൽക്കണ്ട. 50 ദിവസവും നിങ്ങൾ ഇറച്ചിയോ മീറ്റോ പാലോ മീനോ മത്സ്യമോ മാംസാദിയോ നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. 50 ദിവസം നിങ്ങളുടെ നോമ്പ് എന്ന് പറയുന്നത് വെളിപാട് 22:14 പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതാ ഇൻ്റർനെറ്റ് സംവിധാനം ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം, അതായത് ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ട് ഉപഗ്രഹം പോകുന്നു, അതിൽ നിന്ന് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇങ്ങോട്ട് വരുന്നു, നമ്മളത് ഇഷ്ടംപോലെ ടെലിവിഷനായിട്ടും മൊബൈൽ ഫോണായിട്ടും അതിൻ്റെ എല്ലാ സംവിധാനമായിട്ടും നമ്മൾ ആസ്വദിക്കുന്നു. ഈ കാലഘട്ടം മുതലുള്ള കാലഘട്ടം ഇങ്ങോട്ട് വന്നപ്പോൾ ഏകദേശം ഒരു 100 വർഷം കണക്കൂട്ടിക്കുക. 100 വർഷം കണക്കൂട്ടിയ കർത്താവ് പറയാണ്, അവിടെ യഥാർത്ഥ ഉപവാസവും യഥാർത്ഥ പാപമോചനവും യഥാർത്ഥ പശ്ചാത്തലവും യഥാർത്ഥ വിശുദ്ധിയും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് വെളിപാട് 22:14 ഞാൻ പലപ്പോഴും പറയാനുള്ള വചനമാണ്. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളിലെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ അതിൻ്റെ അടുത്ത വചനം പറയുന്നത്, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധനയും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലിനും പുറത്ത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എന്താണ് നമ്മൾ നോമ്പിന് ഉപയോഗിക്കാതെ മാറ്റി നിർത്തേണ്ടത്? നമ്മുടെ കണ്ണിന് കാണുന്ന ഉപകരണങ്ങൾ, കാതിന് കേൾക്കുന്ന ഉപകരണങ്ങൾ, അതരത്തിന് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, അതായത് എന്തെല്ലാം മീഡിയകളുണ്ടോ, എന്തെല്ലാം കണ്ണിനും കാതിനും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ, അങ്ങനെയുള്ള സംഭവങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റാനും അത് 50 ദിവസം ഉപയോഗിക്കാതിരിക്കാൻ മാത്രമുള്ള ജ്ഞാനവും വിവേകം കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്താൽ ആ 50 ദിവസത്തേക്കെങ്കിലും നമ്മുടെ ആത്മാവ് അല്പ സന്തോഷം അനുഭവിക്കും. എന്നാൽ യഥാർത്ഥ സത്യം എന്താണ്?
50 ദിവസത്തേക്ക് ഇതെല്ലാം മാറ്റിവെച്ചിട്ട് പിന്നെ 50 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അത് വീണ്ടും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. 50 ദിവസം എന്ന് പറയുന്നത് 500 ദിവസവും, 500 ദിവസം എന്നത് അതിനേക്കാൾ കൂടുതൽ ദിവസവുമായിട്ടുമാണ് നമ്മുടെ മരണം വരെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് പിടിച്ചു നിർത്തുവാൻ നമ്മുടെ മരിച്ചാൽ നമുക്കൊരു നിത്യത ലഭിക്കുവാൻ, നിത്യജീവൻ്റെ ഉയർപ്പനായിട്ട് പുറത്തു വരുമ്പോൾ വിശുദ്ധിയുടെ തലങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ. അതുകൊണ്ടാണ് 1 തെസ്സലോനി 5:21 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കേണ്ടതായിട്ട്. അല്ലാതെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിന് മുമ്പിൽ ധൈര്യപൂർവ്വം നിൽക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കില്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു ഇടിമിന്നൽ പോലെ ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ആ പ്രകാശരശ്മി കാണുന്നത് നമ്മൾ നിലത്ത് വീണു പോകും. പിന്നെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. നമ്മൾ എഴുന്നേൽക്കാതെ എങ്ങോട്ട് പോകും? അങ്ങനെ വീണു പോകുന്നവരെ കർത്താവിന് വേണ്ട. കാരണം ക്രിസ്തുവിൻ്റെ മുമ്പിൽ പ്രത്യാഗത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട കരുത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ കരുത്ത്, പരിശുദ്ധിയുടെ കരുത്ത്. അതാണ് കരുത്ത്, അതാണ് വിശുദ്ധി, അതാണ് സ്നേഹം, അതാണ് വിവേകം. അത്തരം നോമ്പുകൾ, അത്തരം ആവശ്യങ്ങൾ, അത്തരം ക്രമീകരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ കേരളത്തിലോ കേരള സഭയിലോ ഈ ലോകത്തിലോ ആരെങ്കിലും ഈ രീതിയിൽ ഒരുങ്ങിയ വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് നിത്യജീവനിൽ നിത്യത ലഭിക്കുമെന്ന് കർത്താവ് ഉറപ്പ് പറയുകയാണ്. കാരണം ഈ 22:14 കണ്ണുകൾക്ക് അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് ഇതൊന്നും കൊടുക്കരുത്. ആ ഇന്ദ്രിയത്തിൽ കൊടുത്ത നമ്മുടെ ആത്മാവ് ഒരു വിധത്തിലും ഈ ലോകത്തിലെ ഒരു വസ്തുക്കളും കണ്ടിട്ട് നമ്മൾ ആനന്ദിക്കരുത്. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇതിനെല്ലാം എതിരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ ലേഖനത്തിൽ, നിങ്ങൾ ഈ ലോകത്തിനോട് മൈത്രി കൂടരുത്, ഈ ലോകത്തിനോട് സ്നേഹം കൂടുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കർത്താവ് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടില്ലേ പ്രിയ സഹോദരരെ? ഒരുങ്ങിക്കോ. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ കൂടി മാത്രമേ ഈ ഒരു അല്പം ശാന്തത ലോകത്തിന് മുമ്പിലുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കലുഷിതമാകും. മഴക്കാലം വന്നാൽ അതിന് ശിക്ഷ വേറെ വരും. വേനൽക്കാലം വന്നാൽ അതിൻ്റെ റേഡിയേഷൻ, അമിത ചൂടിൻ്റെ ശിക്ഷ അതുപോലെ വേറെ വരും. വെള്ളം കിട്ടാതെയുള്ള അവസ്ഥ വേറെ വരും. യുദ്ധമോളി വന്നു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ കിട്ടാതെയുള്ള സംഭവങ്ങൾ വരും. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വരുന്ന അവസ്ഥ വരും. മെഡിക്കൽ സംവിധാനങ്ങളിൽ നിന്നുപോയ അവസ്ഥ വരും. സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും അളവ് ഇല്ലാത്ത അവസ്ഥ വരും. കുടുംബ സംഘർഷങ്ങൾ വർദ്ധിക്കും. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായി സാത്താനെ ഭൂമിയിൽ ഒരുക്കി വെച്ച് സമൂഹത്തെ, സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ ഓർത്തുകൊള്ളുക, ഇതാ കർത്താവ് തൊട്ടടുത്ത് വാതിൽക്കൽ എത്തിയെന്ന് നിങ്ങൾ വിശ്വസിച്ചുള്ളൂ. അതുകൊണ്ട് കർത്താവ് ആ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. അത് നമ്മുടെ ഭവനത്തിലാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കണം. സഭ, രൂപത, ഇടവക, കുടുംബം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഭവനമാണ് പ്രിയപ്പെട്ടവരെ. അതിന് നമ്മുടെ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ധൈര്യവും ശക്തിയുമുള്ളവർ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവ് സമാഗതമായി എന്ന വാർത്ത കേട്ടത് മുതൽ ഇതാ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമത്തിൽ എല്ലാം ഉപേക്ഷിക്കുന്നു. എനിക്ക് ഈ ലോകത്തിലെ ഒന്നും കാണുകയോ കേൾക്കുകയോ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എൻ്റെ വചനം എടുത്തു വെച്ച് വായിക്കുക, ദേവാലയങ്ങളിലേക്ക് പോവുക, വിശുദ്ധിക്കും വിശ്വാസത്തിനും വേണ്ടിയിട്ട് കുമ്പസാരങ്ങളും കുദാശികളും ആഴപ്പെടുക. സഭയെ നമുക്ക് സഭയുള്ളിടത്തോളം കാലം സഭയിൽ നിന്ന് പരമാവധി വിശ്വാസവും വിശുദ്ധി, ജ്ഞാനവും വിവേകവും സത്യസന്ധതയും നീതിബോധവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്ന ഓരോ വൃക്ഷങ്ങളായിട്ട് നമുക്ക് മാറാൻ ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഒരുങ്ങാം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ലാതെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിനാൽ കർത്താവിൻ്റെ മഹത്വം വരാറായ കാലഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണത യേശുവിൻ്റെ വചനത്തിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആഴപ്പെടണം. കൂദാശകളിൽ നമ്മൾ ആഗ്രഹിച്ചു കൂദാശകളിൽ കൂടെ വന്നെങ്കിൽ കുമ്പസാരത്തിലും കുർബാന ധ്യാനത്തിലൊക്കെ നമ്മൾ വന്നാൽ അതുപോലെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ വചനം എടുത്തു വെച്ച് വായിക്കണം. വ്യക്തിപരമായി വ്യക്തിത്വത്തോടെ ഞാൻ എന്ന വ്യക്തി തന്നെ യേശുവിൽ ശരണപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ടോ മറ്റുള്ളവരെ പഠിപ്പിച്ചു നോക്കിയിട്ടോ അല്ല ക്രിസ്തുവിലെ ആഴങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചേരണം. അതിൻ്റെ വചനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. ആ വചനം എന്നത് ഒരു വ്യക്തിയുടെ, യേശു എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അക്ഷരരൂപമാണ്. ആ അക്ഷരരൂപത്തിൽ ആ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയുടെ ശക്തിയെക്കുറിച്ചും ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ചും എല്ലാം ആ വചനത്തിലുണ്ട്. യേശു എന്ന അക്ഷരത്തിൽ യേശു എന്ന വ്യക്തിയുണ്ട്.
അതിൻ്റെ ആ ശക്തിയുണ്ട്, അതിനകത്ത് ആ ജീവനുണ്ട്. കാരണം നിത്യതയുടെ ദൈവമായ ആ യേശുവിൻ്റെ ശരീരരൂപത്തിൻ്റെ അക്ഷരരൂപമാണ് യേശു എന്ന്. അങ്ങനെ നോക്കുമ്പോൾ വചനമെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനത്തിൽ നമ്മൾ ശരണപ്പെടണം, ആഴപ്പെടണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അത് ഹൃദയത്തിൽ സ്വാംശീകരിച്ചത് ഹൃദയത്തിൽ പൂജിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുകയും എന്ന് കർത്താവ് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് ഈ ഞെരുക്കങ്ങൾ ഇനിയും കൂടിക്കൂടി വരും. ആത്മഹത്യയുടെ അളവ് കൂടും, ദുർമരണങ്ങളുടെ അളവ് കൂടും, പകർച്ചവ്യാധികളും രോഗങ്ങളും ഇരട്ടിയായിട്ട് വരും, യുദ്ധങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറും, ആകുലതയും ഭീഷണിയും ഭീകരതയും കൂടിക്കൂടി വരും. അവിടെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരണവും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട ശക്തി വിശുദ്ധിയിലൂടെ, ഈ ജ്ഞാനത്തിലൂടെ, ഈ തിരുവചനത്തെ പ്രത്യേകിച്ച് ധ്യാനങ്ങളിൽ കൂടെ, ധ്യാന സെൻ്ററുകളിൽ പോയി അവിടെ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ധ്യാന സെൻ്ററുകളിലേക്ക് എത്രയും പെട്ടെന്ന് ഓടുക. വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക, വളരെ ശക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ശരണപ്പെടുക, ശ്രദ്ധിച്ച് ജീവിക്കുക. വളരെ സൂക്ഷ്മതയോടെ ഇനിയുള്ള ചുവടുവെപ്പുകൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും. പിന്നീട് ഒരു രക്ഷ, പിന്നീട് ഒരു ആരെങ്കിലും വരും സഹായിക്കുമെന്ന് ചോദിച്ചാൽ സഭയോ ലോകമോ ഇല്ലാത്ത ഒരു വലിയ ദുരന്ത മേഖലയായിട്ട് ലോകം ഭൂമിയും പാതാളമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാതാളമെന്നും എന്താണ് സ്വർഗമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട നിങ്ങൾ പുറകിലുള്ള ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് കേൾക്കുന്നവരോ അത് കേൾക്കാത്തവരോ എന്താണ് പാതാളം എന്നുള്ള ക്ലാസ് പുറകെ കിടപ്പുണ്ട്. പാതാളം എന്നത് എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. ശാസ്ത്രീയമായിട്ട് സത്യമാണിത്. അതുകൊണ്ടാണ് വെളിവാനത്ത് പറയുന്നത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങളിൽ അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ സയൻറ്റിഫിക് സത്യങ്ങൾ നിഗൂഢമാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പരമസത്യമാണ്. കർത്താവ് പറയുകയാണ് ഈ വചനങ്ങൾ വിശ്വസിക്കാൻ ശാസ്ത്രീയമായിട്ട് ശരി തന്നെയാണ്, അത് ദൈവികമായിട്ടും ശരിയാണ്, അത് ആത്മീയമായിട്ട് ശരിയാണ് എന്നാ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ശരിയായ വചനമാണിതെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാട് എൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, മുന്നോട്ട് നീങ്ങുക. പ്രിയപ്പെട്ട വളരെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, ജാഗരൂകമായി മുന്നോട്ട് പോകണം. ഒരടി പഴച്ചാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ, സഹായിക്കാൻ ആരും നമ്മുടെ ഇടത്തോ വലത്തോ ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമുക്കറിയാം, ആ ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളും ആത്മഹത്യ, അവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ ലോകത്ത് ആരെങ്കിലും ഒരു കൈ കൊടുത്തൊന്ന് സഹായിക്കാൻ, ഒന്ന് രക്ഷിക്കാൻ, ഒരു ഹസ്തദാനം ചെയ്യാൻ, ഒരാശ്വാസമൊക്കെ പറയാൻ, അവരുടെ ഹൃദയത്തിലെ വേദനയ്ക്ക് ഒരു മുറിവിന് ഒരു തൈലം പുരട്ടാൻ, കർത്താവിൻ്റെ ഒരു വചനം പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഈ ലോകത്തുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. ആരുമില്ലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ആരുമില്ലായിരുന്നു. എല്ലാ സഭയും എല്ലാ സംവിധാനമുണ്ട്, പക്ഷേ ആരുമില്ലായിരുന്നു. അതാണ് സത്യം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും. യുദ്ധമോ വലിയ ക്ഷാമമോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ഇടത്തോട്ട് വലത്തോട്ട് നോക്കി ആരും ഉണ്ടാവുകയില്ല നമ്മളെ സഹായിക്കാൻ. ഒരു മനുഷ്യനും നമുക്ക് കിട്ടില്ല. നമുക്ക് നമ്മുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ തിരുവചനവും ആ യേശു ക്രിസ്തുവിനുള്ള ഹൃദയത്തിലുള്ള ആരാധനയും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ആർജിച്ചു വെക്കണം, ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശേഖരിച്ചു വെക്കണം. അപ്പോൾ ഇപ്പോൾ ശേഖരിക്കാത്തതൊന്നും പിന്നീട് നമുക്ക് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വലിയ നോമ്പിലേക്കൊക്കെ എടുത്ത് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇറച്ചി മീനും മുട്ടം പാലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നതല്ല. അതൊക്കെ പഴയ ചില സൈദ്ധാന്തികമായ ചില കാഴ്ചപ്പാടുകളിൽ സഭയ്ക്ക് പറ്റിയ, സഭ അന്ന് വരെ അത് കണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ സഭ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറയുമ്പോൾ ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ജനത്തെ അവൻ്റെ കണ്ണുകളെ, അവൻ്റെ ഇന്ദ്രിയങ്ങളെ, 5 ഇന്ദ്രിയങ്ങളെ വിശുദ്ധി പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു സഭയും ഒരു വൈദികരും പറയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ ചിലവർ നമ്മൾ ഒരു 5-10 കുറച്ച് കാലത്തിന് നിങ്ങൾ TV ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ഒരുങ്ങണം കൊട്ടൊന്ന് പറയുന്ന ഒരു അല്പം തൊട്ട് സംസാരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണ്? 5 ഇന്ദ്രിയങ്ങൾ, അങ്കികൾ കഴി വിശുദ്ധിയിരിക്കുന്ന ഭാഗ്യവാന്മാർ. വെളിപാട് 22:14. നിങ്ങളുടെ അങ്കികൾ ഏതാണ്? അങ്കികൾ 5 ഇന്ദ്രിയങ്ങൾ. ആ 5 ഇന്ദ്രിയങ്ങൾ കഴുകുക. 5 ഇന്ദ്രിയങ്ങൾ യേശു ക്രിസ്തുവിൽ വിശുദ്ധി കൊണ്ട് കഴുകുക. അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഉപേക്ഷിക്കാമോ അത് മാറ്റണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് വിഷമം തോന്നും, അല്ലെങ്കിൽ അത് നിങ്ങൾക്കതൊരു ഒരു മുഷിപ്പായിട്ട് തോന്നും. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ 2 സംഭവങ്ങളെ പഴയ നിയമ, അതായത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ ആ കാലഘട്ട സഭ, 2000 വർഷത്തെ പാരമ്പര്യമുള്ള സഭ, ഈ മത്സ്യമാംസാദികൾ വർജിച്ചാൽ അത് നോമ്പായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതായിരുന്നു സഭയുടെ നോമ്പ് കാലഘട്ടം. 25 നോമ്പ്, 50 നോമ്പ്. ഇത് നമ്മൾ അത് കഴിഞ്ഞു. എന്നാൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറയുമ്പോൾ എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും വിഗ്രഹമാണെന്നും ആ വിഗ്രഹത്തെ ഉപയോഗിച്ച് നമ്മളത് കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അതിന് മുടക്കുന്ന പണം
വിഗ്രഹത്തിന് കൊടുത്ത പണമാണെന്നും വിഗ്രഹ ആരാധകരെ ഞാൻ ശിക്ഷിക്കുന്ന കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 22:14 പറഞ്ഞ ശേഷം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്കിയിൽ കഴിവ് വിശദീകരിക്കുന്ന ഭാഗ്യവാന്മാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധകരും. അതിനകത്ത് പദം വന്നിട്ടുണ്ട് വിഗ്രഹം. എന്താണ് വിഗ്രഹം? അത് എൻ്റെ പഴയ ക്ലാസ്സിൽ കിടപ്പുണ്ട്. ഏതാണ്? എസെക്കിയേൽ പ്രവചനത്തിലെ എസെക്കിയേൽ 16 അതിന് വിഗ്രഹങ്ങളെ കൺമുമ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ടും പാപഹേതുക്കളെ കൺമുമ്പിൽ വെച്ചുകൊണ്ടും എന്നും പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ കിടപ്പുണ്ട്. എസെക്കിയേൽ 16 എടുത്ത് വായിച്ചാനത്തറിയാം എന്താണ് വിഗ്രഹങ്ങൾ. കൺമുമ്പിൽ വെച്ചിരിക്കുന്ന എന്താണോ അതാണ് വിഗ്രഹം. കണ്ണുകൊണ്ട് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതാണ് വിഗ്രഹം. കണ്ണിനെ കൂടുതലായിട്ട് കൊടുക്കുന്ന സമയം ഈ മണിക്കൂറുകൾ ഒരു സംഭവത്തിൽ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, അതിൽ കൂടുതൽ പ്രോഗ്രാമുകൾ, ടെലിവിഷൻ ആണെങ്കിൽ അതിൽ കൂടുതൽ പ്രോഗ്രാമുകൾ, ഇതിനൊക്കെ മണിക്കൂറുകൾ, സമയങ്ങൾ, ദിവസങ്ങൾ കൊടുത്ത് അതിനുവേണ്ടി പണം മുടക്കി അതിനുവേണ്ടി ഉപയോഗിച്ച് നമ്മൾ മുഴുവനും അശുദ്ധിയുടെ ആത്മാവിൻ്റെ ദുർഭൂതങ്ങളായിട്ട് മാറുമ്പോൾ എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? എൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കാര്യത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവകിലുമായിരിക്കാൻ ഇടയാകട്ടെ. ഇല്ലെങ്കിൽ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിഗൂഢ രഹസ്യങ്ങളുടെ വചനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ചില കാഴ്ചപ്പാടുകൾ വന്ന തെറ്റിനെ ശരിയാക്കി പഠിപ്പിക്കുവാൻ സഭയ്ക്ക് ഇന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ 50 നോമ്പ് 25 നോമ്പ് പറഞ്ഞ മത്സ്യമാംസാദി മാറ്റിവെച്ച നോമ്പ്. അതല്ല ഏഷ്യാപ്രവചനം ദിവസം പറയുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് വേണമെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സോടെ നാളെ കഴിഞ്ഞിട്ട് തരാം. ശരിയായ നോമ്പ് എന്താണ് എന്ന് വിശുദ്ധ ഏഷ്യാപ്രവചനം ദിവസം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട്. പിന്നെ ഒരു ഭാഗം ഇതുള്ളൂ. യേശു പറഞ്ഞത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്നൊരു വചനമുണ്ട്. അത് പൈശാചശക്തികൾ നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടിയാൽ, വ്യഭിചാരത്തിന് ദുരാത്മാവോ മദ്യത്തിന് ദുരാത്മാവോ അശുദ്ധിയുടെ ദുരാത്മാക്കളോ നമ്മുടെ ഹൃദയത്തിൽ കയറി കൂടിക്കഴിഞ്ഞാൽ ഇതിനെ ബഹിഷ്കരിക്കണമെങ്കിൽ, ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്പം ഒരു 10 ദിവസം ഇറച്ചി മീൻ ഉപയോഗിക്കാതെ മാറ്റിയിരിക്കുക, 10 ദിവസം പത്രം വായിക്കാതെ മാറ്റി നിർത്തുക, 10 ദിവസം മദ്യപാനം പുകവലിയും മാറ്റി നിർത്തുക. അങ്ങനെ ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെയും ആത്യന്തികത, അതിൻ്റെയും പരിപൂർണത ഈ വെളിപാട് 22:14 വരണം. ഇന്നത്തെ കാലത്തിൽ അത് ഏതാണ്ട് 100 വർഷം മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ആ 100 വർഷത്തിന് ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിൽ ഈ വെളിപാട് 22:14 വെച്ചാണ് ഒരുങ്ങേണ്ടത്. ഇനി അത്ര തീഷ്ണതയോടെ ആർക്കെങ്കിലും ഈ ഉപവാസവും പ്രാർത്ഥനയും 50 നോമ്പും ശക്തമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മത്സ്യമാംസം, ഇറച്ചി, മുട്ട, മീനും, പാലെല്ലാം ഉപേക്ഷിക്കുകയും ഒപ്പം ഈ മീഡിയകൾ മുഴുവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതാണ് കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപവാസവും പ്രാർത്ഥനയും. പ്രിയപ്പെട്ടവരെ, അതിന് ശക്തിയുണ്ടോ? അതിന് ധൈര്യമുണ്ടോ? അതിന് ചങ്കൂറ്റമുണ്ടോ? അതിന് നിനക്ക് ജ്ഞാനമുണ്ടോ? എങ്കിൽ നീ നിൽക്കും, എങ്കിൽ നീ രക്ഷപ്പെടും. എങ്കിൽ അതാണ് ഉപവാസവും പ്രാർത്ഥനയും. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാതെ 50 ദിവസം ഇറച്ചി മേടിക്കുന്നില്ല, മീനും മേടിക്കുന്നില്ല. സ്തോത്രം. 50 ദിവസം പൈസയുടെ ലാഭം, 50 ദിവസം ഇറച്ചിയുടെയും മീനിൻ്റെ മുട്ടയുടെയും പാലിൻ്റെയും ഒക്കെ പൈസ ലാഭം. 51-ാം ദിവസം നോമ്പ് വീടി കഴിയുമ്പം മദ്യക്കുപ്പി ഒരു മദ്യം വെച്ചാൽ കഴിച്ചുകൊണ്ടെങ്കിൽ 2 കുപ്പി മദ്യം വെച്ച് കഴിക്കുന്നു, ഒരു സിഗരറ്റ് കഴിച്ചുകൊണ്ടെങ്കിൽ 2 പാക്കറ്റ് വലിക്കുന്നു, ഒരു സിനിമയെ കാണുന്നെങ്കിൽ 4 സിനിമ കാണുന്നു. എന്ത് പ്രയോജനമാണ് നിൻ്റെ ആത്മാവിന്? പ്രിയ സഹോദരരെ, നമ്മുടെ ആത്മാവിന് എന്തു ഗുണം? ഒരു ഗുണവും കിട്ടത്തില്ല. നാം ശപിക്കപ്പെട്ടവരായിട്ട് മാറും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കി നിത്യാഗ്നിയിലേക്ക് പോയി. അവിടെ ഒരു ശാപം നമ്മുടെ നേരെയുണ്ട്. 50 ദിവസമല്ല, 500 ദിവസമല്ല, എൻ്റെ ജീവനും ജീവിതവും മുഴുവൻ ഞാൻ 100 വർഷം ജീവിച്ചാലും 50 വർഷം ജീവിച്ചാലും 10 വർഷം ജീവിച്ചാലും എന്നേക്കുമായിട്ട് എൻ്റെ മരണം വരെ ഈ സകലതും മാറ്റിവെച്ച് എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കി എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവനും ജീവിതവും മനസ്സും ശരീരവും ആത്മാവും ക്രിസ്തുവിന് വേണ്ടി തീരെഴുതി വിട്ടുകൊടുത്ത് ജീവിക്കാൻ വേണം. അതാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവേണ്ടി ഒരുങ്ങാനുള്ളത്. അതാണ് യഥാർത്ഥ ഉപവാസവും പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ. അല്ലാതെ 50 ദിവസമോ 25 ദിവസമോ ചുരുങ്ങിയൊരു കാലം നിൽക്കുന്നതൊന്നും നോമ്പ് പ്രാർത്ഥനയില്ല. അതൊക്കെ ഒരു ആഭാസത്തിൻ്റെ ഭാഗം മാത്രമാണ്, ഒരു ചെറിയ ആഭാസം, ഒരു പൊയ്മുഖം. അതുകൊണ്ട് അർത്ഥം സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിൽ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കും. എന്താണ് ഈ വ്യർത്ഥത? പൊയ്മുഖം, ചില വിക്രിയകൾ, ചില കപടകൾ, കാപിട്യങ്ങൾ, ചില പൊയ്മുഖങ്ങൾ. അതാണ് വ്യർത്ഥത. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇതാണ് വ്യർത്ഥത. കാപിട്യങ്ങൾ, പൊയ്മുഖങ്ങൾ, ചില വിക്രിയകൾ, ചില മോഡലുകൾ അങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ സഭ പഠിപ്പിക്കുന്ന തെറ്റായ പഠനമാണിത്. തെറ്റായ പഠനമാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഞാൻ പറഞ്ഞു രണ്ടും ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതും ഇപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ യുഗത്തിൻ്റെ അവസാനത്തിൽ ചെയ്യേണ്ടതും 2 കാര്യം ഞാൻ പറഞ്ഞു. ഈ 2 ഉപേക്ഷിക്കേണ്ടവർ, 2 സംഭവത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ പോകാം.
അതല്ല, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് ഉപവാസം പ്രാർത്ഥന 50 ദിവസം നോമ്പെങ്കിൽ അങ്ങനെ പോവാം. പക്ഷേ അത് 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആവർത്തിക്കാനുള്ളതല്ല. അത് പിന്നീട് എന്നേക്കുമായിട്ടുള്ളതായിരിക്കണം. അതാണ് നിത്യജീവൻ. വെറുതെ അങ്ങോട്ട് നിത്യജീവൻ കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കണം. നമ്മുടെ സഭയുടെ പഠനങ്ങളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പാടി ചുമ്മാ ഈസി ആയിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്വർഗം എന്നുള്ള കണക്കൂട്ടിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്തെന്നാൽ വിധിയുടെ സമയം, വിധിക്കുകയാണ്, രണ്ടിലൊന്നാ തീരുമാനം. നീതിയുടെ തൂക്കട്ട് വെച്ച് വിധിക്കുന്നത് കർത്താവ് ഇന്നലെ പറഞ്ഞു ആമോസ് പ്രവചനത്തിൽ. അതാ ഇന്ന് പറഞ്ഞത് വിധിയുടെ സമയം സമാധി. കർത്താവ് വിധിക്കുകയാണ്. രണ്ടിലൊന്ന് ദൈവത്തിന് അറിയാം. അത് കൃത്യമായിട്ട് അറിയാം. ഒരു വ്യക്തിയെ, അവരുടെ ആത്മാവിനെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ടും ശരി, ഞാൻ ശരിയോ തെറ്റോ, ഞാൻ നീതിമാനോ, എൻ്റെ ആത്മാവ് എങ്ങനെ, എൻ്റെ ശരീരം എങ്ങനെ, എൻ്റെ മനസ്സ് എങ്ങനെയെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ആ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് വിധിക്കാൻ വരുന്ന കർത്താവ് എന്നെ രണ്ടിലൊന്നാക്കി മാറ്റാൻ ദൈവത്തിന് 1 സെക്കൻഡ് മതി. പ്രിയപ്പെട്ടവരെ, ആ സമയത്തൊന്നും അയ്യോ ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു ഈശോയെ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഈശോയെ, ഒരു വേലയും അവിടെ നടക്കാൻ. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇനി സഭ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും, വൈദ്യുതി പറഞ്ഞു തന്നാലും ഇല്ലെങ്കിലും അതൊന്നും പ്രശ്നമല്ല. വിശുദ്ധ ഗ്രന്ഥമുണ്ട്. നീ ക്രിസ്ത്യാനിയാണോ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ നീ, എങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നിത്യജീവൻ്റെ വിധി എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ 50 വർഷം 60 വർഷം 70 വർഷം ജീവിച്ചു നിത്യനരകത്തിലെ നിത്യാഗ്നിയിലേക്ക് പോയിട്ട് ആര് രക്ഷിക്കുമെന്ന് പറയുന്നത്. സകല അനുഭവങ്ങളെ പൊട്ടിയാൽ 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള ഭൂമിയിൽ വരുന്നത് ശാസ്ത്രീയമായ സത്യമാണ്. അതാണ് പാതാളം. അങ്ങോട്ട് പോയിച്ച് പിന്നെ ആര് രക്ഷിക്കും? ഏത് സഭ, ഏത് മെത്രാൻ, ഏത് മാർപ്പാപ്പ നിങ്ങളെ രക്ഷിക്കും? ഒന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം യേശു ക്രിസ്തു മാത്രമേ വിധിക്കാനുണ്ടാവുള്ളൂ. രക്ഷയാണെങ്കിൽ കൈ പിടിച്ചു കൊണ്ടുപോകാനും, ശിക്ഷയാണെങ്കിൽ കൈയെ പിടിച്ച് വലിച്ചെറിയാനും സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നോമ്പ് കാലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇതാണ് നോമ്പ്, ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ പഠിക്കണം. അല്ലാതെ പള്ളിയിൽ ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത് വളരെ ശൂന്യമായ സംസാരമായിരിക്കും. ഇപ്പോൾ നാളെ മുതൽ നോമ്പ് തുടങ്ങിയാണ്, നമുക്ക് നമ്മുടെ ഇറച്ചി മത്സ്യമാംസാദികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് 50 ദിവസം വേണ്ട ഒരുങ്ങാം, നമുക്ക് 50 നോമ്പിനായിട്ട് ഒരുങ്ങാം. പോരാ, അതൊക്കെ ഒരിതാണ്. അതിനപ്പുറത്തേക്കുള്ള ആത്മാവിൻ്റെ തലങ്ങൾ, ആത്മാവിനെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നത് എങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം, ശരീരത്തെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നത് എങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സ്, നമ്മുടെ ബുദ്ധിയുടെ തലം എങ്ങനെ, ഈ 3 തലം ഒരുക്കപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്കാണ് നിത്യജീവനായിട്ട് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് എന്നേക്കുമായിട്ട് 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുറക്കാനുള്ളതല്ല. 50 ദിവസമല്ല, 500 ദിവസമല്ല, 5000 ദിവസം ഭൂമി ജീവിച്ചാലും ക്രിസ്തുവിനായിട്ട് ജീവൻ, മനസ്സ്, ആത്മാവും വിട്ടുകൊടുത്ത് വിശുദ്ധിയോടെ ആയിരിക്കുന്നവർക്ക് നിത്യജീവൻ ഉറപ്പാണ്. അങ്ങനെയുള്ളവരുടെ ശരീരവും മനസ്സും ആത്മാവും, അങ്ങനെയുള്ള ഭവനവും യേശുവിൻ്റെ 2ാമത്തെ വരവിൽ സംരക്ഷിക്കപ്പെടും. ആ ഭവനത്തെ കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് വെളിപാട് 3:10. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്റെ ഭവനത്തെ സംരക്ഷിക്കും. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈശോയുടെ നാമത്തിൽ മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ലോത്തിന്റെ നാളിൽ സംഭവിച്ചെങ്ങനെയോ അങ്ങനെ ആയിരിക്കും. നോഹ പട്ടണത്തിൽ കയറിയപ്പോൾ നോഹയുടെ കൂടെ കയറിയതാരായിരുന്നു? ഭാര്യയും മക്കളും പിന്നെ വാങ്ങിക്കാൻ വെച്ചിരുന്ന ആൾക്കാരും, കുറെ ചുരുങ്ങിയ ആളുകൾ. അതിൻ്റെ കൂടെ ഇൻ്റർനെറ്റും ടെലിവിഷനും മൊബൈൽ ഫോണും പത്രമാസികളും ഒന്നും പേടത്തിലേക്ക് കയറ്റില്ല. അപ്പം നമ്മൾ പറയും അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് അതിൻ്റെ പ്രതീകാത്മകത്വങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ അശുദ്ധിയും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. നോഹയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാം പ്രതീകാത്മക രൂപങ്ങൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ നോഹ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ മുന്നിൽ നീതിയോടെ നിന്നു. ആ പെട്ടകത്തിൽ, ആ കുടുംബത്തിൽ, ആ ഹൃദയത്തിൽ നോഹയാകുന്ന ആ പെട്ടകം, ആത്മാവും ശരീരമാകുന്ന ആ പെട്ടകം, അതിനകത്ത് ഒരു അശുദ്ധിയും കയറിയില്ല. അവർ ജീവിച്ച വീടാകുന്ന പെട്ടകം, അതിനകത്ത് ഒരു അശുദ്ധിയും കയറിയിട്ടില്ല. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോഹയുടെ പെട്ടകമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. നോഹ വെള്ളപ്പൊക്കത്തിൽ തകർക്കപ്പെടാതെ നിന്നതുപോലെ ഈ ലോകത്തിലെ അശുദ്ധിയിലും മ്ലേച്ഛതയിലും നമ്മൾ പെട്ട് നശിച്ചു പോകാതെ ശക്തമായി പിടിച്ചിരിക്കണമെങ്കിൽ ഈ വിശുദ്ധിയുടെ തലങ്ങളില്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും പ്രിയ സഹോദരനെ. അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് 50 നോമ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്താണ് 50 നോമ്പെന്ന് അറിഞ്ഞിട്ട് വേണം 50 നോമ്പ് വയ്ക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നോമ്പും വേണ്ട, നിങ്ങളുടെ സൗകര്യം പോലെ ജീവിച്ചോ, ഒരു പ്രശ്നമില്ല. അത് നിങ്ങളുടെ സൗകര്യം. വിധിക്കുമ്പോൾ കർത്താവ് ഒന്ന് വിധിച്ചുകൊള്ളുമല്ലോ. പിന്നെ ഇപ്പം എന്തിന് നോമ്പ്, എന്താവശ്യം? നോമ്പ് നിൽക്കണോ? എന്ത് നോമ്പ്? എങ്ങനെ നിൽക്കണം, എപ്പോൾ നിൽക്കണം, ഏത് ആവശ്യങ്ങൾക്ക് നിൽക്കണം, ഏത് നിയോഗങ്ങൾ വെക്കണം, എന്തെല്ലാം ഒരുക്കങ്ങൾ അതിന് മുൻകരുതൽ വേണം. ആലോചിച്ചോണം, ഓർപ്പിച്ചോണം. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ, എൻ്റെ ആത്മാവിൻ്റെ നിത്യതയുടെ ഉറപ്പിനെ ഞാൻ തന്നെ ഉറപ്പുവരുത്തി ലോകത്ത് ജീവിച്ചുകൊള്ളാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.